നമസ്കാരം. അർജുന് വേണ്ടിയുള്ള തെരച്ചിലിനിടെ മാധ്യമങ്ങളും അതുപോലെ സൈബർ ലോകവും വരെ പല രീതിയിൽ സ്വാധീനിച്ചു. ഏറ്റവും ഒടുവിൽ അത് കുടുംബത്തിന് നേർക്കുള്ള സൈബർ ആക്രമണത്തിൽ വരെ എത്തുന്ന തരത്തിലായി കാര്യങ്ങൾ. ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ് ഒരു ഡ്രൈവറുടെ കുറിപ്പ്. ഞങ്ങൾ ലോറി ഡ്രൈവർമാർക്ക് വാഹനത്തിൻ്റെ ക്യാബിൻ ഒരു വീടാണെന്നാണ് ആ കുറിപ്പിൽ പറയുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഇന്ന് ഇത്രയും ദിവസമായി അർജുനെ കണ്ടുകെട്ടിയിട്ടില്ല. കേരളവും കർണാടകയും ഒന്നിച്ച് ആ ജീവന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുമ്പോഴും അവനെ കണ്ടെത്താനാവുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവൻ്റെ കഴിഞ്ഞ ദിവസങ്ങൾ. നിർത്തിയിട്ടിരുന്ന ട്രക്കിൻ്റെ മേലെ മൺകൂനുകൾ പതിച്ചെങ്കിൽ ഉറക്കമായിരുന്നിട്ട് കൂടി അവൻ ഉണർന്നേനെ. ആ വലിയ ഇടിമുഴക്കത്തിൽ അവൻ അല്പമൊന്ന് സ്തബ്ധിച്ചു പോകുമായിരുന്നു. ചുറ്റും ഇരുൾ നിറഞ്ഞ ആ നിശബ്ദ ചുറ്റുപാടിനെ അവൻ അതിജീവിച്ചിട്ടുണ്ടാവും. അവൻ ആദ്യം പരതിയത് എന്താവും? അല്പം വെളിച്ചം. ഡോർ ലൈറ്റ് ഉണ്ട്, മൊബൈൽ ടോർച്ച് ഉണ്ടാവും. വണ്ടി ഫുൾ ഡെഡായാൽ അവൻ മൊബൈൽ ടോർച്ച് ആയിരിക്കും ഉപയോഗിച്ചത്. എന്ത് നിസ്സഹായ അവസ്ഥയാണത്! വെറുതെ എഴുതി പഠിപ്പിക്കുകയല്ല, അനുഭവിച്ചറിയാൻ സാധ്യതയുള്ള കാര്യമാണ്. പിന്നീട് അവൻ ഡോർ തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ആ പതിച്ച മൺകൂനയിൽ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടാവുമോ? ഇല്ലെങ്കിൽ തന്നെ എത്ര നാൾ വായു സഞ്ചാരം അവന് ലഭിച്ചിട്ടുണ്ടാവും? അറിയില്ല. അല്പം വെളിച്ചം ആ ക്യാബിനിൽ വന്നപ്പോൾ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അവന് പിണഞ്ഞ ഏറ്റവും വലിയ അപകടം. അവൻ എങ്ങനെയായിരിക്കും അതിനെ അതിജീവിച്ചിട്ടുണ്ടാകുക? അവൻ നിലവിളിച്ചിട്ടുണ്ടാവും, പൊട്ടി കരഞ്ഞിട്ടുണ്ടാവും. എല്ലാറ്റിനേക്കാളും ഉപരി അതിജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അവൻ്റെ കുടുംബം, ഭാര്യ, മകൻ, പിതാവ്, അമ്മ, അനിയത്തി, ഇവരെയൊക്കെ ഓർത്തിട്ടുണ്ടാവും. ഞങ്ങൾ ലോറി ഡ്രൈവർമാർക്ക് ആ ക്യാബിൻ വീടാണ്. ഉറങ്ങാനുള്ള ഇടം, ഡ്രസ്സ് കഴിയാൽ ഉണക്കാനുള്ള ഒരിടം, മക്കളും ഭാര്യയുമായി സംവദിക്കാനുള്ള ഒരിടം. ഞങ്ങളുടെ കരച്ചിലുകൾക്ക്, സങ്കടങ്ങൾക്ക്, ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പറുദീസ ഒരുക്കാൻ പാകത്തിന് ഇടുങ്ങി കുടുങ്ങിക്കിടക്കുന്ന ആ ലോകം, അത് വല്ലാത്തൊരു ലോകമാണ്. അർജുൻ, ആ വെള്ളപ്പാച്ചിലിൽ പലരും പോയി. പക്ഷേ നീ പോകരുത്. നിന്നെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം നീ ഒറ്റയ്ക്കായിരുന്നു. നിനക്ക് ഈ ലോകത്തോട് പലതും വിളിച്ചു പറയാനുണ്ടാവും. ഒറ്റയ്ക്കായവന് ദൈവം തുണ. നിന്റെ അതിജീവനം സാധ്യമാവും. നീ തിരിച്ചു വരും. ആ വാർത്ത കേൾക്കാനാണ് ഞങ്ങൾ കൊതിക്കുന്നത് എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം ഇനിയും നീളുമെന്നാണ് കളക്ടർ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലം വരെ കാത്തിരിക്കണമെന്ന് കാലാവസ്ഥ അനുകൂലമാകും വരെ കാത്തിരിക്കണമെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു. നാവികർക്ക് സുരക്ഷിതമായി നദിയിലിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഒഴുക്ക് 2 നോട്ടിൽ കൂടുതലാണെങ്കിൽ ഡൈവർമാർക്ക് ഇറങ്ങാനാകില്ല. ഷിരൂർ ഉൾപ്പെടുന്ന ഉത്തര കന്നഡയിൽ അടുത്ത 3 ദിവസം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാത്തിരിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല എന്നും കാലാവസ്ഥ അനുകൂലമാകാതെ ഒന്നും ചെയ്യാനാകില്ലെന്നും കളക്ടർ പറഞ്ഞു. മേജർ ഇന്ദ്രപാലിൻ്റെയും സംഘത്തിൻ്റെയും പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം 3 ഇടങ്ങളിൽ നിന്നും സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നിൽ നിന്നും കൂടുതൽ സിഗ്നലാണ് ലഭിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച പുലർച്ചെയുമായുള്ള സംഘത്തിൻ്റെ പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്ന സിഗ്നൽ പ്രകാരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ട്രക്ക് എവിടെയെന്ന് കണ്ടെത്തിയതിനു ശേഷം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ അവിടേക്ക് നീന്തിയെത്തുകയാണ് മുന്നിലുള്ളത്. എന്നാൽ പുഴയുടെ അടിയൊഴുക്ക് ശക്തമാണ്. നിലവിൽ അടിയൊഴുക്ക് 6 നോട്ട്സ് വരെയാണ്. മേജർ ഇന്ദ്രപാലൻ പറഞ്ഞതനുസരിച്ച് മുങ്ങൽ വിദഗ്ധർക്ക് 3 നോട്ട്സ് വരെ മാത്രമേ ഡൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടിയൊഴുക്ക് കുറയുന്നതുവരെ കാത്തിരിക്കേണ്ടതുണ്ടെന്നും കളക്ടർ പറഞ്ഞു. കൂടുതൽ പേരുടെ ജീവൻ അപകടത്തിലാക്കാൻ സാധിക്കില്ലെന്നും കളക്ടർ പറഞ്ഞു.